ബഹുമാന്യനായ നമ്മുടെ ഷാഫി പറമ്പിൽ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. തിരമാല നിലക്കാത്ത കടല് പോലെയാണ് വടകരയുടെ സ്നേഹം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടലോട് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ഒരു വാക്കും മതിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാമുള്ള നന്ദി എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കുമെന്ന്. ഇത് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല. ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ, ഈ വിജയത്തിന്റെ നേരവകാശികൾ. ഈ വിജയം, അത്യുജ്വലമായ ഈ വിജയം, ഒരുപാട് ദുരാരോപണങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം, വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം, വർഗീയ പ്രചരണങ്ങളെ തൂത്തെറിഞ്ഞ നമ്മുടെ വിജയം, ആ വിജയം വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വടകരയിൽ മാർച്ച് 10-ാം തീയതി കാലുകുത്തിയപ്പോ അന്ന് തൊട്ട് ഇതാ ഇപ്പൊ ഈ നട്ടുച്ച വെയിലിനെ വകവയ്ക്കാതെ ഇപ്പൊ വരെ ഈ മണ്ണിലെ ജനതയുടെ തേരോട്ടം നമ്മൾ കണ്ടു നിൽക്കുകയാണ്. ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു, ഞാൻ 10-ന് വടകരയിൽ വന്നു, 11-ന് ഞാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറുടെ അടുക്കലേക്ക് പോയി, 12-ന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, 13-ന് തിരിച്ചു വന്ന് ഇവിടെ 14-ന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പേരാമ്പ്രയിലെ ഒരു കടല് പോലെ അന്ന് നഗരത്തിൽ കാത്തുനിന്ന നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു. ഇന്നിപ്പോ വടകരയിലെ സ്വീകരണം കഴിഞ്ഞ് ആദ്യം ഇവിടെ വരുമ്പോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നട്ടുച്ച വെയിലിനെ വകവയ്ക്കാതെ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ, എന്റെ പ്രിയപ്പെട്ട ആവേശമായ യുവ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എന്റെ കുഞ്ഞു കൂട്ടുകാർ, എന്റെ ജ്യേഷ്ഠാനുജന്മാർ, ഗുരുകാരണവന്മാർ, നിങ്ങളൊരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഈ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നേതാക്കന്മാരുടെ പ്രസംഗം അഭിമാനത്തോടെ ഞാൻ കേട്ടുനിന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാർ ഓരോരുത്തരും, പ്രിയപ്പെട്ട അശോകം മാഷും മുനീർ കെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടെ പ്രസംഗിച്ച ബാലേട്ടനും അതുപോലെ തന്നെ പുന്നക്കനും ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ നേതാക്കന്മാരെല്ലാവരും അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടു. ഞാൻ അഭിമാനത്തോടെ കേട്ടുനിന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് ഒരു കലാപത്തിനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്ത ഒരു അക്രമത്തിനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് എതിരാളികളുടെ വീട്ടിലേക്ക് ബോംബെറിയാനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് വർഗീയത പറയാനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് വിഭാഗീയത പറയാനല്ല, അവരിവിടെ പറഞ്ഞത് വടകരയിലെ ജനങ്ങളെ ഒന്നായി കണ്ട് ചേർത്ത് പിടിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇവിടെ വേണുവെട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത് UDF-നും ആരംഭിക്കുമേ ഈ മണ്ണിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രചരണങ്ങളെയാണ് നമ്മൾ അതിജീവിച്ചത്, എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയേണ്ടി വന്നത്. ഞാൻ വടകരയുടെ മണ്ണിൽ കാലുകുത്തിയ 10-ാം തീയതി കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് 11-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിദ്വേഷ പ്രചരണത്തിന്റെ തുടക്കം DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ഒരാളുടെ മുന്നിൽ എത്തിയിട്ട ഈ പേരാമ്പ്രക്കാരനായ ഒരാളുടെ മുന്നിൽ ഞാൻ ഇനി പേര് പറഞ്ഞ് അതിലേക്ക് വിദ്വേഷവും കലാപവും ഒന്നും കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ മുന്നിലൊന്നും തമ്മിലടിക്കാൻ വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ പറഞ്ഞവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് 6% വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും 3.5% വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ട് 1.91% വോട്ടിന് തോൽക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഒരേ മറുപടിയാണ്. ആ മറുപടി ഞാൻ ആവർത്തിക്കുന്നു. എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ സർവേകളിലുമല്ല, നമ്മുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള സർവേകളിലുമല്ല, നമ്മുടെ വിശ്വാസം വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എന്ന് ഉറച്ചു പറഞ്ഞവരാണ് നമ്മൾ. അത് നമ്മളെ കൈവിടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഇരിക്കുന്നവരെല്ലാവരും ഭൂരിപക്ഷം പ്രഖ്യാപിച്ചവരാണ്. ഭൂരിപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചവരാണ് ഈ ഇരിക്കുന്നവർ. 1,00,000-ന്റെ മുകളിൽ 1,00,000-ന്റെ മുകളിൽ എന്ന് ഇവരിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴും നിങ്ങളെ കാണുമ്പോ എനിക്കും തോന്നുമായിരുന്നു സംഭവം ഇവർ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാ നിൽക്കുന്നത് എന്നുള്ളത് എനിക്കും തോന്നുമായിരുന്നു. പക്ഷെ സ്ഥാനാർത്ഥിയാണല്ലോ, എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കും. അപ്പോഴും ഇവര് രണ്ടാളും ഇവര് മൂന്നാളും ഇവര് നേതാക്കന്മാരെല്ലാവരും പറയും ഒന്നിന്റെ മേലെ. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പേഴ്സണൽ ആയിട്ടൊന്നും പറയല്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇത്രയൊക്കെ കടത്തി പറയണോ? നമ്മളൊന്ന് ചെറുതായി പറഞ്ഞാൽ പോരെ? അപ്പൊ എന്നോട് ദേഷ്യപ്പെടും, നിങ്ങൾ എന്ത് വർത്താനായി പറയണം? ആൾക്കാർക്ക് എന്താ ഭ്രാന്തായിട്ടാണ് ഈ മഴയും വെയിലും കൊള്ളാതെ മഴയും വെയിലും ഒന്നും പിന്നെ വകവയ്ക്കാതെ അവിടെ വന്നത്? അവരൊരു തീരുമാനമെടുത്ത ജനതയാണ്. നിങ്ങളെ കണ്ടിട്ടാണ് അവരും പറഞ്ഞത് ഇത് 1,00,000-ന്റെ മുകളിലാണെന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, ആ 1,00,000 ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ കനം നൽകുന്നില്ല. ആ 1,00,000 ഞങ്ങൾക്ക് ധിക്കാരത്തിന്റെ ഭാഷ നൽകുന്നില്ല. ആ 1,00,000 ഞങ്ങൾക്ക് ധാർഷ്ട്യത്തിന്റെ രീതികൾ നൽകുന്നില്ല. ആ 1,00,000 ഞങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കുന്നു. ആ 1,00,000 ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. ആ 1,00,000 ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു. ആ 1,00,000 ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള, കഠിനാധ്വാനം ചെയ്യാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിന്റെ കരുത്തു കൂട്ടുന്നു. ഞാനും നിങ്ങളും എടുക്കാൻ പോകുന്ന തീരുമാനം ഏതെങ്കിലും എതിരാളിയുടെ വീടിന്റെ മുമ്പിൽ പോയി പടക്കമറിയാനോ എതിർ സ്ഥാനാർത്ഥിയെ തെരുവിളിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല. നമ്മൾ എടുക്കുന്ന തീരുമാനം ഈ ജയം നമുക്ക് തന്ന വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുതൽ പ്രവർത്തിക്കുക, നാടിന്റെ സമാധാനം കാക്കുക, വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് നാടിനെ ചേർത്ത് പിടിക്കുക, എല്ലാത്തിലും ഉപരി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നടക്കാം. അതിൽ ആദ്യത്തെ ഒരു തീരുമാനം ഞാൻ ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. 1,14,506 നമ്മുടെ ഭൂരിപക്ഷം. ഞാനിതൊരു പ്രഖ്യാപനമല്ല, എൻ്റെ ഒരു പരിശ്രമമാണ്. ഈ 1,14,506 മരത്തൈകൾ ഈ 5 വർഷം കൊണ്ട് നമ്മൾ വടകരയിൽ വെച്ച് നട്ട് വളർത്തും. അത് വെറുതെ ഇട്ട് അവിടെ പിന്നെ മരത്തൈ നട്ടിട്ട് വെള്ളം മറ്റേ ഒഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കളഞ്ഞിട്ട് പോവല്ല, അതിനെ നോക്കി വളർത്തി വലുതാക്കും നമ്മൾ. നിങ്ങൾ കൂടെ ഉണ്ടാവോ? ഉറപ്പാണേ? നിങ്ങൾ പറഞ്ഞാ നോട്ടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഒന്നിനോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ കള്ള കാഫിർ പ്രയോഗം നടത്തിയത് ആരാണെങ്കിലും, ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ആരാണെങ്കിലും, അതാരാണെങ്കിലും, അതേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആരും പുറകോട്ട് പോകില്ല. അത് ആരോടും പകപോക്കാനോ അതിന്റെ പേരിൽ ഒരു വിദ്വേഷ പ്രചരണം നടത്താനോ അല്ല. അത് ചെയ്യാൻ പാടില്ലല്ലോ. ഉണ്ടോ? അത് ചെയ്യാൻ പാടില്ലല്ലോ. 25 വൈകുന്നേരം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോകുമ്പോഴാണ് ഞാൻ എന്റെ വാട്സപ്പിൽ ഇത് കാണുന്നത്. അപ്പൊ തന്നെ ആ ചെറുപ്പക്കാരൻ രംഗത്ത് വന്നു. അയാൾ മൊബൈലും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്? എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ വെച്ചോ, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ പോലീസ് അവനോട് പറയുന്നത് നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അത് മാത്രം പോരല്ലോ, അതാരാണ് ചെയ്തത് എന്നുകൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞാൻ എന്നെ കേൾക്കുന്ന CPIM-ന്റെ സഹപ്രവർത്തകരോടും പറയുന്നു, നിങ്ങളിൽ ചിലരുടെയൊക്കെ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് ഇത് 1-14 എത്തിയത് എന്ന് ഞങ്ങൾക്കറിയാം. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ ആരോടും വർഗീയതയും വിരോധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, നിങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ ചെയ്തവരാരാണെങ്കിലും അത് കണ്ടെത്താനുള്ള, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന CPM-കാർ കൂടെ രംഗത്തിറങ്ങണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തെറ്റിദ്ധരിച്ചത് നിങ്ങളെയും കൂടിയാണ്. വടകരയിലെ പൊതുജനത്തെ മാത്രമല്ല, UDF-ന്റെ പ്രവർത്തകരെ മാത്രമല്ല, നിങ്ങളെയും കൂടെ തെറ്റിദ്ധരിക്കാനാണ് അത് ഉപയോഗിച്ചത്. എന്തായാലും നമ്മൾ അന്നേ പറഞ്ഞു ഇതൊന്നും വടകരയിൽ ഏശാൻ പോകുന്നില്ല, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു. നിങ്ങളത് ചെയ്തു തന്നു. എന്താണെങ്കിലും ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ പാലക്കാട്ടെ ജനങ്ങളെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ അവരുടെ തോളിലിരുന്ന് കണ്ട കാഴ്ചകളുടെ ഉയരം അതെന്റെ ഉയരമല്ല, പാലക്കാട്ടെ ജനങ്ങളുടെ ഉയരമാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് ആ പാലക്കാടിനെ UDF-നൊപ്പം നിർത്താനുള്ള പോരാട്ടത്തിന്റെ അല്ലെ അതിന്റെ ഉത്തരവാദിത്വം കൂടെ എനിക്കും കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ ഇടയ്ക്ക് പോയി ചെയ്യണ്ടേ? അത് ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം, ഈ രാജ്യത്തെ ജനങ്ങളോട് പേരാമ്പ്ര ഇവിടെ വടകര ഇവിടെ ഒരു 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 ഉള്ളിൽ തട്ടിയ കയ്യടി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. ഇങ്ങനെ പോരാ, ഉള്ളിൽ തട്ടിയ കയ്യടി ഈ രാജ്യത്തെ അബ്ദി ബാർ 400 ബാർ എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് അവസാനം കേവല ഭൂരിപക്ഷം പോലും തനിച്ച് കിട്ടാതെ അപ്പുറത്ത് ഘടകകക്ഷികളുടെ ഇരുത്തി പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്നലെ കണ്ടു. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, പക്ഷെ അവരൊക്കെ മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി 56 ഇഞ്ചുകാരനല്ല, ഏറ്റവും വലിയ ശക്തി ജനങ്ങൾക്കാണ് എന്ന് ഈ രാജ്യം ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ നിരന്തരമായ ആക്ഷേപങ്ങളെ, നിങ്ങളുടെ നിരന്തരമായ പരിഹാസങ്ങളെ, വിമർശനങ്ങളെ വകവെക്കാതെ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടന്നു തീർത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രാജ്യത്ത് നടത്തിയ തേരോട്ടം ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും അത് അഭിമാനകരമാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. അഭിമാനകരമാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. ആണ് നിങ്ങൾ കണ്ടത്. UP-യിൽ പോലും സീറ്റുകളുടെ എണ്ണം കൂടുതൽ കിട്ടിയത് BJP-ക്കല്ല, ഇന്ത്യ മുന്നണിക്കാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി നമ്മൾ പ്രവർത്തിക്കും. നിങ്ങൾ നൽകിയ ഒരു വോട്ട് കൊണ്ട്, വടകരയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു വോട്ട് കൊണ്ട് എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും ഈ ജനതയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കുമൊപ്പം അടിയുറച്ച് പോരാടുമെന്നുള്ള വാക്കും പ്രതിജ്ഞയും കൂടെ ഞാൻ പറയുന്നു. പിന്നെ ഒന്ന്, നമ്മുടെ 20-ലെ 18 കേരളത്തിലെ ജനങ്ങൾ ഒരു 1.5 തീരുമാനം എടുത്തിട്ടാണ്. അവർക്ക് തീർന്നിട്ടില്ല, അവർ ഇനിയും കാത്തിരിക്കുകയാണ്. അവരുടെ കാത്തിരിപ്പ് തീരുന്നത് 2026-ലായിരിക്കും. അഹങ്കാരം ഹിന്ദിയിലെ അഹങ്കാരമാണെങ്കിലും അഹങ്കാരം മലയാളത്തിലെ അഹങ്കാരമാണെങ്കിലും രണ്ടിനെയും ജനം തിരുത്തും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ സാധാരണ CPM-കാരനെ പോലും വെറുപ്പിച്ച ആ ഭരണകൂടത്തിനെതിരായിട്ടും കൂടിയുള്ള ജനവിധിയാണ്. ബോംബിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് കൂടിയുള്ള ജനവിധിയാണ്. വർഗീയതയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് കൂടിയുള്ള ജനവിധിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു ചാനലിനെ പറ്റി പ്രവീണേട്ടനോട് പറഞ്ഞു. നമ്മൾ തോക്കും എന്ന് പ്രവചിച്ച ഒരു ചാനലിനോടും നമുക്ക് വിരോധമില്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ. കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ UDF-ന്റെ പ്രവർത്തകർ രംഗത്ത് വന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കനെ തോക്കാൻ ഞങ്ങൾ വിടില്ല എന്ന് ഇവര് തീരുമാനിച്ചതിന്റെ പ്രവർത്തനമാണ്. പക്ഷെ ആ തോക്കുമെന്ന് പറഞ്ഞപ്പോ നടത്തിയ ചർച്ചകളുടെ ഒടുവിൽ പറഞ്ഞ വാചകങ്ങൾ അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി. അവരോട് ഞങ്ങൾക്ക് വിരോധമില്ല, അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി. ഞങ്ങളിവിടെ വർഗീയ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചവരല്ല, ഞങ്ങളിവിടെ വർഗീയത പറഞ്ഞ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരല്ല, ഞങ്ങളിവിടെ വിദ്വേഷത്തിന്റെ വിത്തിട്ടിട്ടല്ല, ഐക്യത്തിന്റെ ചെടി തട്ടിട്ടാണ് ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചത്, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ചാപ്പയും ആ ലേബലും കൊണ്ട് ആരും ഈ വഴിക്ക് വരണ്ട. ഈ ജനത അതപ്പം ഇവിടെ കാണുന്നത് പോലെ തട്ടമിട്ട, അല്ലെങ്കിൽ മുഖം മറച്ച, അല്ലെങ്കിൽ പൊട്ടുതൊട്ട, അല്ലെങ്കിൽ ചന്ദനക്കുറി വരച്ച ചേച്ചിയും താത്തയും കുരിശു വരച്ച ചേച്ചിയും ഒക്കെ ഒരുമിച്ച് നിന്ന് നയിച്ചൊരു തെരഞ്ഞെടുപ്പും പോരാട്ടവും ജീവിതവുമാണ് വടകരയിലുള്ളത്. നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ആരുടെയും നെഞ്ചത്ത് കയറാനല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം. കൂടുതൽ വിനയത്തോടെ ജനങ്ങളെ സമീപിക്കണം. എല്ലാ കാണുന്ന വീടുകളിലും കയറി നന്ദി അറിയിക്കണം. അവർ നമുക്കൊപ്പം ഉണ്ടാകും. ആരോടും വിദ്വേഷം കാണിക്കേണ്ട. എനിക്ക് ഈ തന്ന അവസരത്തിന് ഞാൻ വാക്കുകൊണ്ട് നന്ദി പറയുന്നില്ല, പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയുന്നു. ഈ ഉജ്ജ്വല സ്വീകരണത്തിന് ഇപ്പോഴും വെയിൽ കൊള്ളുന്നവരോട് ഇങ്ങനെ ഒരു ജനത, ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തും ഞാൻ ഇതും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് പല സ്ഥലത്തും പോയില്ലേ, അവിടുന്നൊക്കെ ആൾക്കാർ ചോദിക്കുക എങ്ങനെയാ ഇങ്ങനെ ജനങ്ങളെ സ്നേഹിക്കുന്നത്, 4 മണിക്കൊക്കെ എങ്ങനെയാ ആൾക്കാർ ഇങ്ങനെ ഉറങ്ങാൻ നിൽക്കുന്നത്, 3:30ക്കും 4 മണിക്ക് ഇതാ നട്ടുച്ച വെയിലത്തും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അതാണ് വടകരയുടെ സ്നേഹമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. അടുത്ത ഹാരാർപ്പണമാണ്. ഹാരാർപ്പണത്തിന് മുമ്പേ കേരള കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രാജീവ് തോമസ് ചുരുങ്ങിയ വാക്കിന് ആശംസകൾ അർപ്പിക്കും. ഇവിടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വേണ്ടിയാണ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തത്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകും, സജീവമായി തന്നെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വടകരയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അദ്ദേഹത്തെ അറിയിക്കുകയാണ്.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വടകരയുടെ പ്രബുദ്ധ വോട്ടർമാർ വടകരയുടെ രാഷ്ട്രീയം എന്താണെന്ന് രാജ്യത്തോടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു വർഗീയതയ്ക്കും വടകരയ്ക്ക് സ്ഥാനമില്ല. തോൽവിക്കടുത്തപ്പോൾ വടകരയുടെ മനസ്സിനെ അവിടെ കീറി മുറിച്ചുകൊണ്ട് വർഗീയമാക്കാൻ ശ്രമിച്ച CPIM-ന്റെ കുടില തന്ത്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷാഫിയെ ഇവിടെ വിജയക്കൊടി പായിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നിയമസഭയിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളുമെല്ലാം CPIM-ന്റെ അടിത്തറ തകർന്നിരിക്കുകയാണ്. CPIM-ന്റെ അടിത്തറ തകർന്നിരിക്കുകയാണ്. കേവലം 4 സീറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ കിട്ടിയത് രാഹുൽ ഗാന്ധിയുടെയും DMK-യുടെയും ഔദാര്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും ഇന്ത്യൻ പാർലമെന്റിൽ CPIM-ന് ഉണ്ടാകുക. എന്തെല്ലാമായിരുന്നു കണക്ക് കൂട്ടുന്നത്? 50,000 വോട്ടിലേക്കുമെന്ന് പറഞ്ഞ് കണക്ക് കൂട്ടി അവസാനം 25,000-മായി. പക്ഷേ ഒരു തരത്തിലും ഇവിടെ കണക്കുകൾ കേസിയില്ല. വൻതോതിൽ CPIM-ന്റെ വോട്ടുകൾ, വലിയ ചോർച്ച CPIM വോട്ടുകൾ ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞത് പേരാമ്പ്രയിൽ ഞങ്ങൾ ഉപയോഗിക്കുമെന്നാണ്. പേരാമ്പ്രയിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടുമെന്നാണ്. എവിടെ CPIM-കാരാ? 20,000 വോട്ട് എവിടെ നിന്ന് പോയി? നിങ്ങൾ പരിശോധിക്കേ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിജയം ഒരിക്കലും അഹങ്കരിക്കാനുള്ളതല്ല. നമ്മൾ ആരോടും ഒരു പ്രതിഷേധവും നമുക്കില്ല. ഏത് ആളോടാ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്? CPM-കാരൻ വോട്ട് ചെയ്തിട്ടാണ് ഷാഫിക്ക് 1,15,000 ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പൊ CPM-കാരെ നമ്മൾ എങ്ങനെ വെറുക്കും? CPM-കാരെ എങ്ങനെ നമ്മൾ വെറുക്കും? CPM-ലെ ചില നേതാക്കന്മാരുടെ അവരുടെ ഇത്തരം നെറികേടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് CPM-നെ നമ്മൾ വെറുക്കുന്നില്ല. CPM പ്രവർത്തകരോട് നമുക്ക് സ്നേഹമേ ഉള്ളൂ എന്നുകൂടി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഷാഫിക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ CPM-നെ തറപ്പറ്റിക്കാൻ കാരണക്കാരായി നമ്മോട് കൂടെ നിൽക്കുന്ന RMPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വേണു അവരുടെ ആദരവോടെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അതിനുള്ള പ്രതികാരമാണ് പേരാമ്പ്രയിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതരത്വ വിശ്വാസികൾ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയപ്പെട്ട ഷാഫിക്ക് നൽകിയത്. ഞങ്ങൾ ആത്മാഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയുകയാണ്, ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മുറുകെ പിടിക്കുന്ന മണ്ണാണ് പേരാമ്പ്രയുടെ മണ്ണ് എന്നുള്ളത്. ഞാനെന്റെ സംസാരം ധരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കടത്തനാടിന്റെ മണ്ണിൽ നമുക്ക് ആവേശമായി നമ്മുടെ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ വിജയക്കൊടി വാദിച്ചുകൊണ്ട് കടത്തനാട് മണ്ണിൽ വിജയിച്ച ഷാഫി പറമ്പിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത മുഴുവൻ സഹപ്രവർത്തകരെയും 1000 തവണ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ നമ്മൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ ബഹുമാന്യനായ DCC-യുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, വടകരയുടെ മണ്ണ് വർഗീയതയുടെ മണ്ണല്ല, ഇത് മതേതരത്വത്തിന്റെ മണ്ണാണ്. ഇത് തെളിയിച്ചുകൊണ്ട് ഷാഫി പറമ്പിലെ വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരെയും ജില്ലയിലെ ജനാധിപത്യ പുള്ളിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഷാഫി പറമ്പിൽ ക്രെഡിബിലിറ്റിയുടെയും സ്റ്റെബിലിറ്റിയുടെയും സിൻസിയറിറ്റിയുടെയും പ്രതീകമാണ്. കടത്തനാടിന്റെ മണ്ണിന്റെ ഭാവി ഈ ചെറുപ്പക്കാരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. നമ്മളൊക്കെ ഒരുപാട് പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അബ്ദുള്ള ഇവിടെയുണ്ട്, കൺവീനർമാരായ ബാലനാരായണനും NVയോടും ഉണ്ട്, ഇവിടുത്തെ ചെയർമാൻ മുനീർ മാഷുണ്ട്, അശോകൻ മാഷുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ വിജയം ചരിത്ര താളുകളിൽ സുവർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒന്നായി മാറാൻ പോവുകയാണ്.
തുടക്കം മുതലേ നമുക്കറിയാം ഷാഫി ജയിക്കുമെന്ന്. 2 ദിവസം മുമ്പ് ഒരു ചാനൽ പറഞ്ഞു ഷാഫി തോൽക്കുമെന്ന്. ഞാൻ അതിൽ പരാതി പറയുന്നില്ല. പക്ഷെ ആ ചാനലിലെ അവതാരകന്റെ അവസാനത്തെ വാക്കുകൾ ഞാൻ എടുക്കുന്നു. അതായത് വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചവർക്കുള്ള പ്രബുദ്ധ വടകരയുടെ മറുപടി ആയിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന വാക്കുകൾ ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നു. വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചവർക്കെതിരെയുള്ള പ്രബുദ്ധമായ വടകരയുടെ ഏറ്റവും വലിയ മറുപടിയാണ് ഷാഫി പറമ്പിലിന്റെ 1,14,000 വോട്ടിന് വിജയം എന്ന് മാത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജയിച്ച നമ്മൾ വിനയാന്വിതരാവണം. നമ്മുടെ സംസ്കാരം അതാണ്, നമ്മുടെ പൈതൃകം അതാണ്. തോറ്റവന്റെ വീടിന് കല്ലെറുകയും തോറ്റവന്റെ ഓഫീസിന് കല്ലെറുകയും UDFന്റെ സംസ്കാരമല്ല. നമ്മൾ ഈ വിജയം വിനയത്തോടുകൂടി നെഞ്ചിലേറ്റ് മനസ്സിലേറ്റ് സ്വീകരിക്കുന്നു. ഇനി അങ്ങോട്ട് ദിവസങ്ങളിൽ വിജയിക്കാൻ ശ്രമിച്ചവരെയും പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരെയും നിഷ്പക്ഷരായി നിന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വടകരയുടെ വികസനത്തിനായി പോരാടുന്ന ഷാഫി പറമ്പിലിനൊപ്പം നമുക്ക് ഒരുമിച്ച് അണിനേരാമെന്ന് മാത്രം പറയുന്നു. ഇപ്പോൾ പേരാമ്പ്രയിൽ 20,000 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. അശോകൻ മാഷ് പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് ഒഴികെ 9 പഞ്ചായത്തിലും ലീഡാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ഇതാദ്യമാണ്. ഈ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ അതാദ്യമാണ്. പക്ഷേ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ ലീഡ് കുറഞ്ഞ പഞ്ചായത്ത് കൂടി പിടിച്ച് 10 പഞ്ചായത്തും പിടിച്ച് പേരാമ്പ്രയിൽ നിന്നും UDF ഉണ്ടാക്കിയിട്ട് നമുക്ക് വിശ്രമമുള്ളൂ. അതിനായി തയ്യാറെടുക്കാതെ മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഷാഫിക്ക് ജില്ലയിലെ ജനാധിപത്യ സ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ UDFന്റെ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നിങ്ങളോട് നന്ദിയും പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ CPMനെ തറപ്പറ്റിക്കുകയും കുൽസിത ശ്രമങ്ങളിലൂടെ 2ാം വട്ടം പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അതിശക്തമായ നേതൃത്വം കൊടുത്ത് ഉന്നത വിജയത്തിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ബഹുമാനീയ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ ശ്രീ പാറകൽ അബ്ദുള്ള സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ RMPIയുടെ നേതാക്കളെ, സഹോദരന്മാരെ, നാട്ടുകാരെ, വടകരയുടെ മണ്ണ് ചുമക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് DYFIക്കാരനോടും ഇടതുപക്ഷക്കാരനോടും നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്നു പിടിച്ചിങ്ങോട്ട് നോക്കുക. ഈ ജനത വർഗീയവാദികളാണോ? ഈ ജനത അശ്ലീലമാണോ? ഈ ജനത ഈ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നവരാണോ? അല്ല എന്ന മറുപടി. ഇവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമുള്ളവരും മതവിശ്വാസമില്ലാത്തവരുമുണ്ട്. CPMകാരാ, ഇടതുപക്ഷക്കാരാ, നിങ്ങളുടെ ഈ നെറികേടുണ്ടല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്കേറ്റ ഈ പരാജയം എന്നെന്നും ഒരു റെക്കോർഡായി മാറും. അത് CPMന്റെ വർഗീയതക്കെതിരെയുള്ള വിധിയെഴുത്താണ്. ഞങ്ങൾ വടകരയിലെ ജനങ്ങൾ ഷാഫിക്ക് വേണ്ടി വന്നാൽ, ഷാഫിയെ കാണാൻ വന്നാൽ, DYFIയുടെ ബുദ്ധിജീവി പറയുന്നു അത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അശ്ലീലമാണ് എന്ന്. എന്നാൽ ഞാൻ പറയട്ടെ സഖാക്കളെ, നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്ന് പറയാനടുത്തെത്തിയിരിക്കുന്നു. ആട്ടിന്റെ കഴുത്തിൽ 2 മുല കാണാറില്ല നിങ്ങൾ. അതിന്റെ പേരെന്താ? അജകളസ്ഥനം എന്നാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ അജകളസ്ഥനമായി മാറിയ ആളുകളാണ് നിങ്ങൾ. അവിടേക്കാണ് നിങ്ങൾ പോകുന്നത്. RK മുനീർ സാഹിബിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. പ്രിയപ്പെട്ടവരെ, ഹാരാർപ്പണം നമ്മുടെ അജണ്ടയിലുള്ള പരിപാടിയാണ്. ഈ പ്രസംഗത്തിന് ശേഷം എല്ലാവർക്കും ഹാരാർപ്പണം ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നതാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ Hey!
തന്റെ ഈ തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ കേരളത്തിലാണ് കൊടുക്കുന്നതിനായി എല്ലാവരും കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ മലയാളം മുതൽ പാലശ്ശേരി ജനാധിപത്യ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ വ്യവസ്ഥയെ ഈ രാജ്യം നിലനിൽക്കണം, കേരളം നിലനിൽക്കണം. അതിനുവേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചവർക്ക് പേരൂർ നിയോജക മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം അഗാധമായ സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, പരസ്പര വിശ്വാസത്തിന്റെ സ്നേഹം പങ്കുവെക്കാനാണ് ഷാഫി പറമ്പിൽ നിയോജക മണ്ഡലത്തിന് ആദ്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരാമ്പ്രയിലേക്കാണ് ഞാൻ ആദ്യം കടന്നു വരുന്നത്. ആ പേരാമ്പ്രക്കാരുടെ സ്നേഹമാണ് എന്റെ വിജയത്തിന് തുടക്കം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ഷാഫി ശ്രീ വടകരയുടെ കടത്തനാടിന്റെ മണ്ണിൽ ഈ ഒരു ശക്തിയും പതാകമുയർത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പേരാമ്പ്ര ആ ജനങ്ങളെ പേരാമ്പ്രക്കാർക്ക് വേണ്ടി, പേരാമ്പ്രയുടെ മണ്ണിന് വേണ്ടി 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പേരാമ്പ്രയുടെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട ഷാഫിയെ പേരാമ്പ്രയിൽ നിന്ന് തയ്ച്ചുകൂടിയ ഒരറിയിപ്പുമില്ലാതെ ഈ മൊബൈലിലൂടെ മാത്രം അറിഞ്ഞ് ഈ മുന്നണിക്ക് പിന്തുണ നൽകാൻ, ഈ നിയോജക മണ്ഡലത്തിലെ മുന്നണിക്ക് ശക്തി പകരാൻ എത്തിപ്പെട്ടവരെ, ഓരോ വേളപ്പണിക്ക് ഓരോ UDF-ന്റെ വോട്ടർമാരെ അതിന് നേതൃത്വം കൊടുത്തവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി നേതാക്കന്മാർ ഒട്ടനവധി വേദിയിലുണ്ട്. ഇതുപോലെ ഓരോരുത്തരും നിങ്ങളോട് പറയും പിന്തുണ നൽകാൻ, പിന്തുണ നൽകാൻ ഇന്ന് കേരളത്തിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 18 ആളുകൾ ചങ്കൂറ്റത്തോടുകൂടി ചുരുക്കക്കാരനായ രാഷ്ട്രീയം സ്നേഹത്തിന്റെ ഭാഷയാണ്, സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്, ജനങ്ങളാണ് വലുത്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനപക്ഷമായ രാഹുൽ ഗാന്ധി ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി രാഹുൽ ഗാന്ധി സന്ധിയില്ലാത്ത പോരാട്ടം, ആ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ, രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താൻ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായുള്ള പോരാട്ടം അതെനിക്ക് തന്നെ നയിക്കേണ്ടി വന്നാലും നിങ്ങളവിടെ തന്നെ നിന്നോ ഓലിങ്ങ വരെയായിരിക്കും. നാളെ മാറ്റിട്ടോ
രണ്ടിന്റെ കുഞ്ഞിനുണ്ടാവും. പോലീസ് പോലീസ് വണ്ടി പെരുമാറ്റത്തില്ലേ Thank you.